ഇത് ജനറേറ്റർ 11 kV അല്ലെങ്കിൽ 24 kV ഇപ്പോഴുള്ള ജനറേറ്റർ ഇതിനെക്കാട്ടിലും പവർ കൂട്ടാം. കിലോ വോൾട്ട് കൂട്ടി 33 ഉണ്ട്, 66 kV ഉണ്ട്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് വല്ലാണ്ട് കൂടും. അപ്പോൾ കാരണം ഇത്രേൻ്റെ ട്രാൻസ്ഫോമർ ഇത്ര kV വരെ ഉപയോഗിക്കുന്നുള്ളൂ ജനറേറ്ററുകൾ. ഇതുമായിട്ടുള്ള ഇടുക്കിയിലെ 6 ഉണ്ട്. ഈ റിസർവോയർ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഈ ടർബൈൻ വഴിക്ക് ഈ ഫാൻ പോലെ ഇതിലേക്ക് വെള്ളം പച്ചവക്ക് വഴി ഇതിലേക്ക് വെള്ളം ഈ ഫാനിൽ ഇത് കറങ്ങാൻ തുടങ്ങും. കറങ്ങുമ്പോൾ ഇതായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ടർബൈൻ ബന്ധപ്പെട്ടുള്ള ജനറേറ്റർ ചെയ്യാൻ തുടങ്ങും. ജനറേറ്ററിൻ്റെ റോട്ടർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ 3 കോയിൽ കൂടാണ്ട് ഒരു റെസിഡൽ മാഗ്നറ്റിസം ഉണ്ട്. അതായത് ഈ ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലൈ എപ്പോഴും നിൽക്കും. അപ്പോൾ അതിന് ഷോർട്ട് കഴിഞ്ഞാൽ പോകുള്ളൂ. അപ്പോൾ ജനറേറ്റർ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എക്സൈറ്ററൊക്കെ DC എക്സൈറ്റർ വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ അതിൽ ആ ചാർജ് നിൽക്കും. അപ്പോൾ പിന്നെ ഇത് കറങ്ങുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വൈദ്യുതി ഉണ്ടാവും. എന്നിട്ട് അത് വലിയ ടവറും മെഴുകി കൂടി ഇത് ഇപ്പോൾ 6 ഇങ്ങനത്തെ ടർബൈനൊക്കെ 6 ജനറേറ്റർ ഇടുക്കിയിലുള്ളത്. ഇങ്ങനെ വലിയ ടവർ എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ഹൈറ്റുള്ള ടവറുണ്ട്, 45 മീറ്റർ ഹൈറ്റുള്ള ടവറുണ്ട്, 75 മീറ്റർ ഹൈറ്റുള്ള ടവറൊക്കെ വാർത്ത ടവർ. അപ്പോൾ ഇതിന് ഓരോ 2 ജനറേറ്റർ ആകുമ്പോൾ 3 ലക്ഷം വീതം റെഡ് യെല്ലോ ബ്ലൂ ആയി ഇതിൽ കൂടെ പോകാം. ഇപ്പുറത്ത് കൂടി 3 അങ്ങനെ ലൈനായിട്ട് മോഡിക്കാം. CC കമ്മ്യൂണിസ്റ്റുമായിട്ട് മോഡിക്കോട്ടാറുണ്ട്. 6 മീറ്റർ ഹൈറ്റെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് റെഡ് യെല്ലോ ബ്ലൂ 3 ലൈനും വന്ന് ഈ സബ് സ്റ്റേഷൻ്റെ ട്രാൻസ്ഫോമറിലേക്ക് എത്തും. ട്രാൻസ്ഫോമറിലേക്ക് അവിടെ നിന്ന് അതിനെ വീണ്ടും കിലോമീറ്ററുകൾ ടവറിൽ കൂടെ കൊണ്ടുവന്ന് കിലോമീറ്ററുകൾ ഈ CN ലൈറ്റിംഗ് അറസ്റ്റ് ഇടിമിന്നലിൽ നിന്ന് രക്ഷാചാലകം PT കറണ്ട് അറിയാനുള്ള PT വോൾട്ടേജ് അറിയാനുള്ള CT കറണ്ട് അറിയാനുള്ള അങ്ങനെ അതൊക്കെ കണക്ട് ചെയ്ത് പിന്നെ ബസ് ബാർ വഴി ഓരോന്നിലേക്ക് എത്തിക്കും. അത് ഇപ്പോൾ 6 ജനറേറ്ററിൽ 2 ജനറേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ 4 ജനറേറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബസ് ബാർ കപ്ലിംഗ് ഇതൊക്കെ ഇങ്ങനെ കൂട്ടി കണക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് വേറെ ഫീഡറുകൾ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. എന്നിട്ട് അത് പ്രൈമറി ട്രാൻസ്ഫോർമേഷൻ നടത്തും. സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും സബ്സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് കിലോമീറ്ററുകൾ കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും സ്റ്റെപ്പ് ചെയ്താൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. 220 kV 110 kV 11 kV ഒക്കെ ഇത് വിടും. 400 kVക്ക് ഇവിടെ വോൾട്ടേജ് ഇത് ഈ ടവർ കൂടെ കൊണ്ടുവന്ന് ഇവിടേക്ക് എത്തിക്കും. എന്നിട്ട് ഇത് 11 kV എന്നിട്ട് പുറത്തേക്കുള്ള വഴികളാണ്. പിന്നെ റോഡിന് സബ്സ്റ്റേഷൻ്റെ ഉള്ളിൽ പുറത്തേക്ക് അതിന് 3 പിന്നുകളിൽ പോളുകൾ കാര്യങ്ങളിൽ കൊണ്ടുവന്ന് ചെറിയ ഫ്യൂസ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ട്രാൻസ്ഫോമർ വഴിയാക്കിയ ട്രാൻസ്ഫോമർ അതിന് ഡെറ്റ സ്റ്റാർ ഈ ട്രാൻസ്ഫോമർ ആക്കും. എന്നിട്ട് ഈ എർത്തിൽ ജനറേറ്റർ അവിടെ നിന്ന് അവിടെ ഒട്ടുള്ള നല്ല ഈ ഇതിലേക്ക് എർത്തുണ്ടാവും. അതുമാതിരി ഇവിടെ എർത്തിയിലേക്ക് ട്രാൻസ്ഫോമർ ആയിരിക്കൊക്കെ എർത്തിക്കുണ്ടാവും ഈ ഭൂമിയുടെ അടിയിൽ കൂടെ. ഇത് ചെറിയ കമ്പി വലിയതിന് വോൾട്ട് 11 kV 16,000 വോൾട്ട് 16,000 വോൾട്ടല്ലേ. അപ്പോൾ ചെറിയ വോൾട്ട് കാരണം ചെറിയ ഫ്യൂസ് കിട്ടാൻ ഫ്യൂസ് മതി. ഇവിടെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പവർ കൂട്ടുക. ഇവിടെ 10 കിലോവാട്ട് വീതം അതിന് കൊടുക്കണം 3 കൂടെ. നടുക്ക് ന്യൂട്രൽ ഇവിടുന്ന് ഈ ന്യൂട്രും ഇവിടുന്ന് റെഡും നോക്കുകയെന്ന് വെച്ചാൽ 210. ഇവിടുന്ന് നോക്കുമ്പോൾ 220 ഇവിടുന്ന് 210. ഇതിൽ ഓരോന്ന് ഈ ന്യൂട്രലില്ലാണ്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതൊക്കെ 405 വോൾട്ടായി. 3 405 വോൾട്ട് സെപ്റ്റോൺ ട്രാൻസ്ഫോമർ വഴി കൊണ്ടുവന്ന് അങ്ങനെയാണ് ഈ ടവർ വഴി. അപ്പോൾ 3 ഫേസ് 5 വയർ സിസ്റ്റം 3 ഫേസും റെഡ് യെല്ലോ ബ്ലൂ പിന്നെ 5 വയർ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിന് 1 ന്യൂട്രലായിട്ട് ഒരു ന്യൂട്രും ഇതിനേതെങ്കിലും റെഡ് യെല്ലോ ബ്ലൂവിന് ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിലേക്ക് എടുക്കും. അങ്ങനെ 5 കമ്പിയായിട്ട് പോണത്. ഇത് ഫാൻ കൺട്രോള് ഇവിടെ ഇത് പോള് ഈ ഒരു മന ഇവിടെ സെൻറ്റർ ഭാഗം അവിടെ നിന്ന് അതിൻ്റെ ഒരു ഇതിലേക്ക് തൊടിയിച്ച് കഴിഞ്ഞാൽ അങ്ങ്
ടിക്കുന്നുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടെ സപ്ലൈ പോയിട്ട് ഇതൊന്നായിട്ട് കോണ്ടാക്ട് വരില്ല, ഇത് മാത്രമായിട്ട് കോണ്ടാക്ട് വരില്ല. അതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരും. എന്താ വെച്ചാൽ കൂടുതൽ റെസിസ്റ്റൻസ് ഫാൻ സ്പീഡ് കുറഞ്ഞിട്ട് തിരിയും. പിന്നെ അതിൻ്റെ അടുത്തേക്ക് ഇടുമ്പോൾ ഇത്തിരി കൂടി റെസിസ്റ്റൻസ് കൂടും, കുറയും. അപ്പോൾ ഫാൻ ഇത്തിരി കൂടി സ്പീഡിൽ തിരിയും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ഫാൻ സ്പീഡാവും. ഇവിടേക്ക് വരുമ്പോൾ ഫുള്ള് സ്പീഡാവും. ഇതിനിപ്പോൾ ലോഡ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഫുള്ള് ലോഡാവും, ഫാൻ ഫുള്ള് സ്പീഡ് ഇറങ്ങും. അപ്പോൾ അതേസമയം ഈ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ചാൽ ഈ ഫാനിൻ്റെ അവിടെ നിന്ന് വരുന്ന വയറെടുത്ത് ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ലോ ആവും, ഇവിടെ സീറോ. കുറഞ്ഞ വോൾട്ടേജ് ഇങ്ങനെ വോൾട്ടേജ് കൂടി ഇവിടെ ഫുള്ളാവും. അതായത് ഇവിടെ ഫുള്ളാവും. അപ്പോൾ ഇവിടെ ലോഡില്ല കേട്ടോ. ഈ വാൻ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടേക്ക് കണക്ട് ചെയ്യുക, അതിൽ ഫുൾ ലോഡ് ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്ത ഫേസ് ഇതിലേക്ക് കണക്ട് ചെയ്ത കാരണം ഇവിടെ ഫുൾ ലോഡ്. ഇപ്പുറത്തെ ഇവിടെ ഫുൾ ലോഡ്, ഇവിടെ ലോ. ഇവിടെ ഇപ്പോൾ ലോ ആണ്, വരുമ്പോൾ ഇവിടെ ഫുള്ള് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ പ്രതിരോധം എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. പ്രതിരോധം കൂടുമ്പോൾ വൈദ്യുതി കുറയും. വൈദ്യുതിയുടെ പ്രതിരോധം വെച്ചാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ വൈദ്യുതി കുറയും, സ്പീഡും കുറയും. അവർ കപ്പാസിറ്റർ കൂടുമ്പോൾ വൈദ്യുതി കൂടും, പക്ഷേ സ്പീഡും കൂടും. വൈദ്യുതിയും കൂടും. കപ്പാസിറ്റർ വയ്ക്കുന്നത് സ്പീഡ് കൂടാൻ വൈദ്യുതി കൂടുകയും ചെയ്യും. ഇത് പണ്ടത്തെ ടൈപ്പാണ്. 120 ഓംസ് ഇങ്ങനെ ഒരു ഒറ്റ ലെയറിങ് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതാണ് ഒരു ഇതിന്. ഇതിപ്പോൾ പുതിയ ടൈപ്പ് ഇപ്പം ഇറങ്ങിയ ഫാൻ്റെ കൺട്രോൾ ഇങ്ങനെയാണ്. ഒറ്റ 2 പോളും 10 ഓരോ പോളിട്ട് അതിനെ ഇതിൽ കൺട്രോൾ ചെയ്തിട്ട് ഫാനിലേക്ക് വരുന്നത്, ഫാൻ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി ഇങ്ങനത്തെയായി. പിന്നെ ഇതിപ്പോൾ 6 ജനറേറ്ററും കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഒരു ബസ് ബാറിൽ ഇങ്ങനെ കൂടുതൽ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പിന്നെ CT പിന്നെ OCB ICB എയർ ബ്ലാസ്റ്റ് സർക്കിൾ ഓയിൽ സർക്കിൾ ബ്രേക്ക് എന്നൊക്കെ കൊണ്ട് കൺട്രോളൊക്കെ ഉണ്ട്. അതിപ്പോൾ ടവറിൻ്റെ സബ്സ്റ്റേഷൻ്റെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇന്നറിയാം മുഴുവൻ. ഞാനിപ്പോൾ പൊതുവെ അറിവിലേക്ക് ഇങ്ങനെ ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രം വരച്ചിങ്ങനെ പറഞ്ഞത് മാത്രമാണ്. ഇത് RCC ജനറേറ്ററിൻ്റെ കറണ്ട് സർക്യൂട്ട് ബ്രേക്കാണ്. അതായത് ELCBക്ക് പകരം ഇപ്പോൾ ഇത് അറിയുന്നത് ഇത് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ. മറ്റ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ELCB വോൾട്ടേജിനെ കൺട്രോൾ ചെയ്താണ്, ഇത് കറണ്ടിനെ ഇത് ഫേസിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ന്യൂട്രും, ഇത് മുകളിൽ കണക്ട് ചെയ്യണം, ഫേസ് ന്യൂട്രും. ഇത് RCCB ഇങ്ങനെ വന്ന് ഇതിട്ട് പറഞ്ഞ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇങ്ങനെ വന്ന് ഇതിലേക്ക് വരും. ഇവിടെ ഫ്ലഗ് കാണിച്ചോ സോക്കറ്റ്, 3 പിൻ സോക്കറ്റ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ ന്യൂട്രൽ, ലെഫ്റ്റ് ഭാഗത്ത് ന്യൂട്രൽ, ഇടത് കൈയിൻ്റെ അവിടെ ന്യൂട്രൽ, വലത് ഭാഗത്ത് ഇതിൻ്റെ അവിടെ ഫേസും കൊടുത്ത് കഴിക്കുന്നത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആക്കി അങ്ങനെ വെച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് കണ്ട ഈ ന്യൂട്രൽ എർത്തായിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ട്രിപ്പാവും. അതുമാതിരി ഫേസും എർത്തായിട്ട് ഫേസ് ഇതാണ്ട് ഇപ്പോഴത്തെ ഫേസ് ഇതും എർത്തായിട്ട് ഈ ഫേസും ഈ എർത്തായിട്ട് വന്നാലും ട്രിപ്പാവും. അങ്ങനെ ന്യൂട്രും ആൻഡ് എർത്ത്, ഫേസ് ആൻഡ് എർത്ത്. ന്യൂട്രും എർത്തായാലും ഫേസ് എർത്തായാലും ട്രിപ്പാവും. കോയിലിൻ്റെ വല്ല എന്തെങ്കിലും കണക്ഷൻ അങ്ങനെ ഫ്രിഡ്ജാ ഫാനാ മിക്സിയാ ചിലപ്പോൾ ട്രിപ്പാവും. പിന്നെ അതുമാതിരി MCB ഇത് ട്രിപ്പാവില്ല. ആ സമയം ഇത് ട്രിപ്പാവില്ല. ഇത് ഇങ്ങനെ ഷോർട്ട് വന്നാൽ ഇത് മാത്രമേ ട്രിപ്പാവുള്ളൂ, RCB മാത്രം. എന്നാൽ MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസും ന്യൂട്രും ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും. വേണ്ട ഈ ഫേസും ന്യൂട്രും ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് MCB ട്രിപ്പാവും. ആ സമയം ഇത് ട്രിപ്പാവില്ല. വേണ്ട ഫേസ് ന്യൂട്രും ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും, ആ MCB ട്രിപ്പാവും. എർത്തും ഫേസുമായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും. അങ്ങനെ പുതിയ ഉപകരണങ്ങൾ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ആയി.